അപ്പോൾ എലമെൻ്ററി പാർട്ടിക്കിൾസിനെ ക്ലാസിഫൈ ചെയ്ത് വരച്ചിരിക്കുന്ന ഫിഗറാണിത്. എലമെൻ്ററി പാർട്ടിക്കിൾസിനെ ബോസോൺസും ഫെർമിയോൺസും ആയിട്ട് ക്ലാസിഫൈ ചെയ്തു സ്പിന്നിൻ്റെ ബേസിസിൽ. അതിൽ തന്നെ ബോസോൺസിനെ 2 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. എങ്ങനെയാണ്? മാസ്ലെസ് ബോസോണും മീസോണും. മാസ്ലെസ് ബോസോൺസിൽ വരുന്നതാണ് ഗ്രാവിറ്റോൺസും അതുപോലെ ഫോട്ടോൺസും. അതുപോലെ മീസോൺസിൽ വരുന്നതാണ് ഈറ്റ, പയോൺസ്, കയോൺസ് ഒക്കെ. അതുപോലെ ഫെർമിയോൺസിനെ എങ്ങനെയാണ്? ലെപ്റ്റോൺസ് ആയിട്ടും ബാരിയോൺസ് ആയിട്ടും ക്ലാസിഫൈ ചെയ്തു. ലെപ്റ്റോൺസിൻ്റെ അണ്ടറിലാണ് ഇലക്ട്രോൺ, മ്യൂവോൺ, ടവോൺ, ന്യൂട്രിനോസ് ഒക്കെ വരുന്നത്. ബാരിയോൺസിൻ്റെ അണ്ടറിൽ 2 കാറ്റഗറി വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ന്യൂക്ലിയോൺസും ഹൈപ്പറോൺസും. ന്യൂക്ലിയോൺസിൽ ആരൊക്കെയാണ്? നമുക്കറിയാം, ന്യൂക്ലിയോൺസിന് മുന്നേ അറിയുന്നതാണ്. ന്യൂട്രോൺസും പ്രോട്ടോൺസുമാണ് വരുന്നത്. ഇനി ഹൈപ്പറോൺസിൽ വരുന്നതാണ് ലാംഡ ഹൈപ്പറോൺ, സിഗ്മ ഹൈപ്പറോൺ, ഒമേഗ ഹൈപ്പറോൺ, കാസ്കേഡ് ഹൈപ്പറോൺ. ലാംഡ, സിഗ്മ, ഒമേഗ, കാസ്കേഡ്. ലാംഡ ഹൈപ്പറോൺ, സിഗ്മ ഹൈപ്പറോൺ, ഒമേഗ ഹൈപ്പറോൺ, കാസ്കേഡ് ഹൈപ്പറോൺ. ഓക്കെ, ഇനി നമുക്ക് ബോസോൺസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ബോസോൺസിൻ്റെ കുറച്ച് പോയിൻറ്റ്സ്, ബോസോൺസിനെ സംബന്ധിച്ച് കുറച്ച് പോയിൻറ്റ്സ് പറയാം. നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങൾ, ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ഒന്നും കൂടെ അത് ഒരുമിച്ച് എഴുതിയിരിക്കുകയാണ്. 0 ഓർ ഇൻ്റഗ്രൽ സ്പിൻ ആണുള്ളത്. 0 ഓർ ഇൻ്റഗ്രൽ സ്പിൻ ആണ്. പിന്നെ ഒബേസ് ബോസ്-ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ്. Pauli's exclusion principle does not apply to bosons. Bosons can be created and annihilated with no restriction. The particles carrying the basic forces are all bosons. ഇത്രയാണ് ബോസോൺസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ ബോസോൺസിൻ്റെ 2 സബ് കാറ്റഗറീസ് ആണ് മാസ്ലെസ് ബോസോൺസും മീസോൺസും എന്ന് പറഞ്ഞു. അതിൽ മീസോൺസിൻ്റെ കാര്യങ്ങളാണ്. സ്ട്രോങ് ഇൻട്രാക്റ്റിംഗ് ബോസോൺസ് ആണ് മീസോൺസ്. അതുപോലെ മാസ് ഈസ് ഇൻ്റർമീഡിയറ്റ് ഓഫ് ലെപ്റ്റോൺസ് ആൻഡ് ന്യൂക്ലിയോൺസ്. ന്യൂക്ലിയോൺസിൻ്റെ ലെപ്റ്റോൺസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഫെർമിയോൺസിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ അവരുടെ മാസിൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള മാസാണ് മീസോൺസിന് ഉണ്ടാവുക. പിന്നെ മാസ്ലെസ് ആയിട്ടുള്ള ബോസോൺസിൽ വരുന്നതാണ് ഗ്രാവിറ്റോൺസും ഫോട്ടോൺസും. അതിൽ തന്നെ ഓരോ ഗ്രാവിറ്റോൺസിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞാൽ 0 റെസ്റ്റ് മാസാണ്, സ്പിന്ന് 2 ആണ്, 2 ആണ് സ്പിന്ന് വരുന്നത്. നോ ഇലക്ട്രിക് ചാർജ്. അതുപോലെ ഫോട്ടോൺസിൻ്റെ സ്പെഷ്യാലിറ്റീസ് 0 റെസ്റ്റ് മാസാണ്, നോ ചാർജ്, സ്പിൻ = 1. ഇനി നമുക്ക് മീസോൺസിൻ്റെ അണ്ടറിൽ വരുന്ന ആളുകളെ പറ്റി, അതായത് പാർട്ടിക്കിൾസിനെ പറ്റി പഠിക്കാം. ആരൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് പാർട്ടിക്കിൾസ്? ഈറ്റ, പയോൺസ്, കയോൺസ്. ഈറ്റ എന്ന് ഇങ്ങനെ സിമ്പിൾ വരിക. പയോൺസ് 3 എണ്ണം ഉണ്ട്, പൈ പ്ലസ്, പൈ മൈനസ്, പൈ 0. അതുപോലെ കയോൺസിൽ K+, K- K0. ഇനി ഈറ്റ മീസോണിനെ കുറിച്ച് നോക്കാം. ഈറ്റ മീസോണ് ന്യൂട്രൽ പാർട്ടിക്കിളാണ്. റെസ്റ്റ് മാസ് 1073 ME ആണ്. അതായത് ഇലക്ട്രോണിൻ്റെ മാസിൻ്റെ 1073 ആണ് വരുന്നത്. മടങ്ങ് ടൈംസ് കൂടുതലായിട്ടുള്ള റെസ്റ്റ് മാസ് അതിനുണ്ട്. അതായത് ഇലക്ട്രോണിൻ്റെ മാസിൻ്റെ 1073 മടങ്ങ് കൂടുതലാണ് റെസ്റ്റ് മാസ് ഈറ്റ മീസോണിൻ്റെ. അതുപോലെ ഈറ്റ 0 എന്നുള്ളതാണ് ഈറ്റ മീസോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ വരുന്നത്. ഇനി പയോൺസിലാണെങ്കിൽ പയോൺസിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് സ്പിൻലെസ് ബോസോൺസ് ആണ്. അതായത് ഇൻ്റഗ്രൽ സ്പിൻ അല്ലെങ്കിൽ 0 സ്പിന്ന് വരും പറയുന്നു. ഇതിൽ 0 സ്പിന്നാണ് വരിക പയോൺസിന്. ഇനി കയോൺസിൻ്റെ കാര്യം എന്താ? ഹെവി മീസോൺസ് ആണ് കയോൺസ്. ഇത്രയാണ് ബോസോൺസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് ഫെർമിയോൺസിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫെർമിയോൺസിൻ്റെ കാര്യങ്ങളാണ്. ഫെർമിയോൺസിൻ്റെ
സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് അതുമായി റിലേറ്റഡ് ചെയ്ത കാര്യങ്ങൾ? ദ പാർട്ടിക്കിൾസ് ദാറ്റ് ബിൽഡ് ദ മാറ്റർ ഇൻ അവർ വേൾഡ് ആർ ഫെർമിയോൺസ്. അല്ലേ, ഫെർമിയോൺസിൻ്റെ കാറ്റഗറിയിലാണ് ഫെർമിയോൺസിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് ഫെർമിയോൺസ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന പാർട്ടിക്കിൾസാണ് വേൾഡിലെ മാറ്റർ ഒക്കെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഹാഫ് ഇൻറ്റഗ്രൽ സ്പിന്നാണ്. പിന്നെ ഒബേസ് ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ്, ഒബേസ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പൽ. പിന്നെ ഫെർമിയോൺസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഫെർമിയോൺസ് നമ്പർ കൺസേർവ്ഡ് ആണ് എന്നുള്ളത്. അതായത് ഒരു ഫെർമിയോൺ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതേ സമയത്ത് വേറൊരു ഫെർമിയോൺ ഡിസപ്പിയർ ആവണം. അതല്ലെങ്കിൽ ഒരു ഫെർമിയോൺ ഡിസപ്പിയർ ആവുക പറഞ്ഞു കഴിഞ്ഞാൽ അതേ സമയത്ത് വേറൊരു ഫെർമിയോൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം. എന്നാലാണ് ആ നമ്പർ കൺസേർവ്ഡ് ആയിട്ട് നിൽക്കുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. ഫെർമിയോൺസ് അപ്പിയർ ടു ബി സബ്ജക്റ്റഡ് ടു സർട്ടൈൻ കൺസർവേഷൻ ലോസ് that do not allow a fermion to be created or disappear without the simultaneous creation or disappearance of another fermion. ഓക്കെ, അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണത്. പിന്നെ ഫെർമിയോൺസിൻ്റെ സബ് കാറ്റഗറി അല്ലെങ്കിൽ അതിൽ വരുന്ന 2 കാറ്റഗറി ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്നു. ഏതാണ്? ലെപ്റ്റോൺസും ബാരിയോൺസും. ലെപ്റ്റോൺസിൻ്റെ സ്പെഷ്യാലിറ്റി നോക്കാം. വീക്ക്ലി ഇൻട്രാക്റ്റിംഗ് ഫെർമിയോൺസ് ആണ്. വീക്ക്ലി ഇൻട്രാക്റ്റിംഗ് ഫെർമിയോൺസ് ആണ് ലെപ്റ്റോൺസ്. ലെപ്റ്റോൺസിൻ്റെ അതിൽ ലെപ്റ്റോൺസ് ആയിട്ട് വരുന്ന പാർട്ടിക്കിൾസ് ആണ് ഇലക്ട്രോൺ, അതുപോലെ ഇലക്ട്രോൺ, മ്യൂവോൺ, ടവോൺ, അതുപോലെ ന്യൂട്രിനോസ്. ഇലക്ട്രോൺ, മ്യൂവോൺ, ടവോൺ, ന്യൂട്രിനോസ്. ഇലക്ട്രോൺ എങ്ങനെയാണ്? നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിളാണ്. മാസ് 9.1 × 10⁻31 കിലോഗ്രാം ആണ്. ചാർജ് 1.6 × 10⁻19 കൂളംബാണ്. പിന്നെന്താ? സ്റ്റേബിൾ പാർട്ടിക്കിളാണ്. ഇലക്ട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ പോസിട്രോൺ ആണ്. E+ എന്നാണ് എഴുതുക ആൻറ്റി പാർട്ടിക്കിൾ. ഇലക്ട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളാണ് പോസിട്രോൺ. E+ എന്നാണ് എഴുതുക. പിന്നെ മ്യൂവോൺ മ്യൂ- ആണ് അതിൻ്റെ സിമ്പിൾ. ചാർജ് നെഗറ്റീവാണ്. വീക്ക്ലി ഇൻട്രാക്റ്റിംഗ് ആണ്. മാസ് 206 Me. അതായത് ഇലക്ട്രോൺ മാസിൻ്റെ 206 മടങ്ങ് വരും അതിന് ഈ മ്യൂണിൻ്റെ മാസ്. അതുപോലെ സ്റ്റേബിൾ പാർട്ടിക്കിൾ തന്നെയാണ്. പിന്നെ ആൻറ്റി പാർട്ടിക്കിൾ μ+ എന്നാണ് പറയുക. പിന്നെ സ്പിന്ന് വരുന്നത് 1/2 ആണ്. പിന്നെ ടോണ് ആണ് അതിൻ്റെ സിമ്പിൾ. ചാർജ് നെഗറ്റീവാണ്. സ്പിൻ 1/2 ആണ്. പിന്നെ ന്യൂട്രിനോസിൽ വരുന്നതാണ് ഇലക്ട്രോൺ ന്യൂട്രിനോ, മ്യൂ ന്യൂട്രിനോ, അതുപോലെ ന്യൂട്രിനോ. 0 റെസ്റ്റ് മാസ് ആണ്. നോ ചാർജ്. പിന്നെ അതിൻ്റെ വെലോസിറ്റി, ന്യൂട്രിനോസിൻ്റെ വെലോസിറ്റി വരുന്നത് ലൈറ്റിൻ്റെ വെലോസിറ്റിയാണ്. C ആണ്. V = C. അതുപോലെ അതിൻ്റെ സ്പിൻ 1/2 ആണ്. സ്റ്റേബിൾ പാർട്ടിക്കിളാണ്. ഈ 3 പാർട്ടിക്കിൾസിൻ്റെ ന്യൂട്രിനോസിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾസാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓർഡറിൽ തന്നെയാണ്. ഇലക്ട്രോൺ ന്യൂട്രിനോയുടെ ആണ് ഇത്. പിന്നെ മ്യൂ ന്യൂട്രിനോൻ്റെ ആണ് ഇത്. ഒക്കെ ബാർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ കിട്ടും. ന്യൂട്രിനോൻ്റെ ആണ് ഇത്, ആൻറ്റി പാർട്ടിക്കിളാണിത്. അപ്പോൾ അതൊക്കെ ഈ ഒരു പാർട്ടിക്കിൾസിന് എഴുതിയിട്ട് അതിന് മുകളിൽ ഓരോ ബാർ കൊടുത്ത് അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ കിട്ടുന്നുണ്ട്. ഈ ന്യൂട്രിനോസിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ അങ്ങനെയാണ് എഴുതുക. പിന്നെ ബാരിയോൺസിൻ്റെ അണ്ടറിൽ വരുന്ന ആൾക്കാരെ നോക്കാം. ന്യൂക്ലിയോൺസും ഹൈപ്പറോൺസും. ന്യൂക്ലിയോൺസ് നമുക്കറിയുന്ന ആൾക്കാർ തന്നെയാണ്. ന്യൂട്രോൺസും പ്രോട്ടോൺസും ആണ് അതിൽ വരുന്നത്. ന്യൂട്രോണിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്താണ്? അൺസ്റ്റേബിൾ പാർട്ടിക്കിളാണ്. ഹെവിയർ ദാൻ പ്രോട്ടോൺസ് ആണ് മാസ് വരുന്നത്. നോ ചാർജ്. സ്പിൻ = 1/2. പ്രോട്ടോൺസ് ആണെങ്കിൽ സ്റ്റേബിൾ പാർട്ടിക്കിളാണ്. സ്പിൻ 1/2 ആണ്. ചാർജ് പോസിറ്റീവ് ചാർജാണ്. ഹൈപ്പറോൺസിൻ്റെ കാര്യം നോക്കുക. ഹൈപ്പറോൺസ് മാസ് മോർ ദാൻ ന്യൂക്ലിയോൺസ്. ന്യൂക്ലിയോൺസിനൊക്കെ മാസ്സുള്ള പാർട്ടിക്കിൾസാണ് ഹൈപ്പറോൺസ്. ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസാണ്. ഹൈപ്പറോൺസിന് പ്രധാനപ്പെട്ട കാര്യം ഷോർട്ട് ലീവ്ഡ് ആണെന്നുള്ളതാണ്. ഹൈപ്പറോൺസിൽ വരുന്നതായിരിക്കും നമുക്ക് 4 ഹൈപ്പറോൺസാണ് നമുക്ക് പഠിക്കാനുള്ളത്. 4 ഹൈപ്പറോൺസ്. ലാംഡ ഹൈപ്പറോണും, സിഗ്മ ഹൈപ്പറോൺ, ഒമേഗ ഹൈപ്പറോൺ, കാസ്കേഡ് ഹൈപ്പറോൺ. ലാംഡ ഹൈപ്പറോൺ ഇങ്ങനെയാണ് എഴുതുക. ലാംഡ 0. അതിൻ്റെ പ്രത്യേകത നോ ചാർജ്, സ്പിന്ന് 1/2, അൺസ്റ്റേബിൾ പാർട്ടിക്കിളാണ്. സിഗ്മ ഹൈപ്പറോൺ 3 ടൈപ്പ് ഉണ്ട്. സിഗ്മ+, സിഗ്മ-, സിഗ്മ 0. അതിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾസ്
ആണ് ഈ എഴുതിയിട്ടുള്ളത്. ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് ആൻറ്റി പാർട്ടിക്കിൾസ് ബാർ കൊടുത്തിട്ടാണ് എഴുതുക. നേരത്തെ നമ്മൾ ന്യൂട്രിനോസിൻ്റെ കാര്യം കണ്ട പോലെ തന്നെയാണ് ഇതിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ എഴുതുന്നത്. ഇനി ഒമേഗ മൈനസ് ആണ് അതിൻ്റെ സിമ്പിൾ. സ്പിന്ന് 3/2 ആണ്, അൺസ്റ്റേബിൾ പാർട്ടിക്കിളാണ്. ഇനി കാസ്കേഡ് പാർട്ടിക്കിൾസ് രണ്ടെണ്ണമാണ് ഉള്ളത്. കാസ്കേഡ് 0 ഉണ്ട്, കാസ്കേഡ് മൈനസും ഉണ്ട്. ഇനി രണ്ടിൻ്റെയും കാര്യങ്ങൾ സെപ്പറേറ്റ് പഠിക്കണം. കാസ്കേഡ് 0 ഉണ്ട്, ന്യൂട്രലാണ്, അതിൻ്റെ ചാർജ് ന്യൂട്രലാണ്. സ്പിന്ന് 1/2 ആണ്, അൺസ്റ്റേബിൾ ആണ്. കാസ്കേഡ് മൈനസ് ആണെങ്കിലോ നെഗറ്റീവ് ചാർജാണ്, സ്പിന്ന് 1/2 ആണ്. അപ്പോൾ ഇത്രയാണ് പാർട്ടിക്കിൾസിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറയാനുള്ളത്. ഓക്കെ.